ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഞങ്ങൾ സൺഡേ ആണ്. സൺഡേ ഞങ്ങൾ ഓരോ ഭാഗമായിട്ട് വീടിന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനവിടെ കിച്ചണിലാണ്. മോളുടെ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് മോനാണെങ്കിൽ ഇവിടെ പാട്ട് കേട്ടിരിക്കുകയാണ് കേട്ടോ. ഫോണിൽ പാട്ട് വെച്ചിട്ട് അങ്ങനെ ഏട്ടനത് ആ ക്ലീനിങ് അവിടുത്തെ മാറാമലൊക്കെ തട്ട് പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്ത്. ഞാനിവിടെ പച്ചക്കറിയാണ്, മത്തനാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ മത്തൻ ജസ്റ്റ് മുറിച്ച് പച്ചമുളകും കരിവേപ്പില ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് വെള്ളം മുങ്ങാനാക്കിയിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. അത് ഞാൻ വെന്തതിലേക്ക് ഞാൻ ജസ്റ്റ് അരച്ചത് കലക്കിയിട്ട് അതൊന്ന് തിളക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അതിന് വേണ്ട വറവാണ് സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ നമ്മൾ കടുക്, പിന്നെ ഉലുവ, പിന്നെ നല്ല ജീരകം കുറച്ചിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളിയും കായ്മുളകും, ഇത്രയേ ഉള്ളൂ കേട്ടോ വറവിടുന്നത്. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഏട്ടനവിടുത്തെ പെയിൻറ്റിങ് അടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് എണ്ണാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അനിയൻ്റെ കുട്ടിയാണ്, അവൻ വന്നു ഞാനൊന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കലയാണ് അവിടെ കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? അപ്പോൾ ആൾക്ക് ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഏട്ടനവിടെ കുറച്ച് പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വാഷ് ബേസിന് അവിടെ ആക്കി. മോള് താഴെ വീണ പെയിൻറ്റൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനും കൂടി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് അതിൽ ചെമ്മീൻ, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാനെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇടാറ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും യൂസ് ചെയ്യൂല. എന്നിട്ട് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കാം. അങ്ങനെ ഞാനവിടെ അത് തിളച്ച് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് തന്നെ അവിടെ സെറ്റാക്കിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. അങ്ങനെ ഏട്ടനത് വൈറ്റ് വാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഡോർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഡോറിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് അതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഡോറിന് പണി സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡോറും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇരുന്നും നിന്നും ഒക്കെ അവിടെ പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കടലയ്ക്ക് നമ്മുടെ ഈത്തപ്പഴമാണ് പാലും വെച്ചിട്ട് ഞാൻ അടിച്ചു. ആ സമയത്ത് തന്നെ നമ്മളിവിടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി അവിടെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് റെഡി കേട്ടോ. അപ്പോൾ ഞാനിത് സ്മൂത്തി അടിച്ച് കഴിഞ്ഞ് അപ്പം ഞാൻ അത് എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവൻ കുറച്ച് നേരമായല്ലോ ഏട്ടനോട് പെയിൻ്റ് അടിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വേഗം കൊണ്ട് കൊടുത്ത്. അപ്പോൾ ആൾക്ക് സമാധാനമായി. നല്ല തണുത്തത് കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. ഏട്ടൻ പറഞ്ഞു ഓക്കെ അടിപൊളി. അതാ അങ്ങനെ ഏകദേശം നമ്മുടെ ഡോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, നല്ല ഫിനിഷിങ് ആയില്ലേ. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വന്നു, വാർണിഷിൻ്റെ ഒക്കെ സ്മെല്ല് കണ്ടില്ലേ. ഞങ്ങൾ സിറ്റ് ഔട്ട് ഒരു പുതിയ വീടിൻ്റെ ലുക്കായി. അപ്പോൾ നോക്കുമ്പോൾ നമ്മളവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫിനിഷ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഞ്ചും കൂടി നമ്മൾ ആ ബാക്കിയുണ്ടായ മരത്തിനടിച്ച സാധനം തന്നെയാണ്, വാതിനടിച്ചത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതും കൂടി ഫിനിഷാക്കി. അപ്പോൾ ഞാൻ പിന്നെ വേഗം അടിച്ച് വാരി തുടക്കലും കൂടി കഴിഞ്ഞു വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്രഷ് ആയി വന്നിട്ട് ഇതാ ഫുഡും കൂടി കഴിക്കുകയാണ്. ചെമ്മീൻ കറിയും, ചെമ്മീൻ ഫ്രൈയും, മത്തൻ കറിയും, ചോറും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പോൾ ഞാനിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.